കഴിഞ്ഞ ആഴ്ച കണ്ട പെണ്ണ് അത്ര പോരാ അല്ല ഗരീഷേ? പെരുമാറ്റമൊക്കെ ഒരുമാതിരി. അതെ, എന്ത് പെണ്ണാണ്, അതിനെപ്പറ്റി പറയാണ്ടിരിക്കണാണ് നല്ലത്. അത് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ അളിയാ. കയ്യിലിപ്പൊക്കെ ഭയങ്കര മോശം എന്ന് കേൾക്കുന്നത്. അതാവുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ പറ അളി വലിക്ക്. അല്ലാണ്ട് നിന്റെ കയ്യിൽ ഇരിപ്പോണ്ട് പോയതല്ല അല്ലേ? ചക്കൻ വെറും ഗൾഫല്ല, എക്സ് ഗൾഫാന്ന് അവർക്ക് മനസ്സിലായില്ലേ? ഇപ്പോടാ വേലയും കൂലിയും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ നമ്മുടെ മോള് കൊടുക്കുവോ? കെട്ടുവരെങ്കിലും അവിടെ നിൽക്കായിരുന്നു. അതെപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഓ, നിങ്ങൾ കെട്ടിയപ്പോ എന്തായിരുന്നു ട്രെൻഡ്? ട്രെൻഡിലൊന്നും വലിയ കാര്യമില്ല. സർക്കാർ ജോലിയായിരുന്നു ഒരു സമയത്തെ ട്രെൻഡ്. അതപ്പാ കിട്ടിയ ചീട്ടെല്ലാം മോശം. കിടക്കാന്നേ. ഐ ഇരിക്കളിയാ, വല്ലപ്പോഴുള്ളൂ. എന്തിന് വന്നിപ്പോ ഓണത്തിനും വിഷുവിനും തിരുവാതിരയ്ക്കും ഉണ്ടായതൊക്കെ പൂജയ്ക്ക് മാത്രമായില്ലേ? അതെ, തിരുവാതിരക്ക് മുത്തി പന്തയം വെച്ച ഓർമ്മയുണ്ടോ? അതെന്താ സംഭവം? അല്ലമ്മേ, അപ്പോഴല്ലേ കൊറ്റംകുളത്തിയെ കൊളത്തിൻപള്ളയെ കണ്ടു പറഞ്ഞിട്ട്? കൊളത്തിൻപള്ളയിലാ? കൊറ്റംകുളത്തിയാ? അതെന്താ സാധനം? അതറിയണോ പോയിരിക്കുന്നത്? തിരുവാതിരക്കേ പണ്ട് ഉറക്കൊഴിയണ പെണ്ണുങ്ങള് പൊങ്ങച്ചം പറയണതിനിടയ്ക്ക് ഒരു പന്തയം വെച്ചു. രാത്രി 2 മണിക്ക് അമ്പലക്കുളത്ത് കുളിക്കാൻ പോണം. എന്റെ ചെറുപ്പത്തിൽ കേട്ട കഥയാണ് കേട്ടോ. മുത്തിയും നമ്മുടെ ക്ഷാരത സരോജത്തിന്റെ അമ്മയും കൂടി ചൂട്ടും കത്തിച്ച് അമ്പലക്കുളത്ത് കുളിക്കാൻ പോണം. പുറത്ത് ചെന്നപ്പോ എന്താ കണ്ടേ? കുളം നിറയെ പെണ്ണുങ്ങളും മുങ്ങി ഈറനെടുത്ത് വിളക്കും പിടിച്ച് വരിവരിയായി അമ്പലത്തേക്ക്. പിന്നെ കണ്ടിട്ടില്ല. രണ്ടും കൂടി തുറക്കനെ പിടിച്ച് പാഞ്ഞ വീട്ടിലേക്ക്. കൊറ്റംകുളത്തെയും പരിവാരങ്ങളും ആണത്രേ തിരുവാതിരക്ക് കുളിക്കാൻ വന്നതേ. പണ്ടത്തെ തള്ളമാരുടെ ഓരോ കഥകളെ. ആദ്യമൊന്നും അല്ലട ചക്ക, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള തന്നെയാ. എന്തിനാ പറയണ്? എല്ലാ വെള്ളിയാഴ്ചയും ഈ തറവാട് ചുറ്റും വലം വെക്കും ഒറ്റ വളർത്തി. അറിയാനക്ക് ചിലപ്പോഴേ മച്ചിന്റെ മുകളിലും കയറും. കേൾക്കാറുണ്ട്. നാളെ പൂജയാ, ഇന്ന് വെള്ളി. എല്ലാരും പോയി കിടക്കാൻ നോക്ക്.